വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരത്തെ സംഭവങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈകുന്നേരം ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് കേട്ടോ. എനിക്ക് മാത്രം മതിയേ, വേറെ ആർക്കും ചായ വേണ്ട. അപ്പോൾ ആ ചായയുടെ തേയിലച്ചണ്ട് ഞാൻ കളയാറില്ല. ഇപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് വെച്ചാൽ പിറ്റേന്ന് നമുക്ക് റോസാക്കമ്പിനൊക്കെ ഒഴിക്കാം കേട്ടോ. സവാളയുടെ തൊലിയും പഴത്തിൻ്റെ തൊലിയൊക്കെ ഇപ്പോൾ റോസാക്കമ്പിനൊക്കെ ഇടുന്നുണ്ട്. നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട്. മറ്റേ റോസ ഉണ്ടമ്മ, കിളിച്ച് മറ്റേ റോസ ഉണ്ട് കേട്ടോ. ഇത് കിളിച്ച് വാലന്റൈൻസ് ഡേ കൊടുക്കത്തില്ലേ? വലുത് ആണോ? ഏതാണ് എനിക്കറിയത്തില്ല. ഇത് ഇതാ വെള്ള റോസ, മറ്റേ ഒത്തിരി പൂ പോലെ. കുറച്ച് നേരം ചെടിയുടെ കൂടെ ഒക്കെ നടന്നേട്ടോ. എന്നിട്ട് നമുക്കിനി തിരികൊളുത്താൻ സമയമായി. അപ്പോൾ നമുക്ക് നാമം ജപിക്കാം. നാമം ജപിക്കുമ്പോഴത്തേക്ക് ഡോലക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഡോലക്ക് കൊട്ടാനെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, തബലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അറിയത്തില്ലെങ്കിലും ഞാൻ കൊട്ടും കേട്ടോ. അപ്പോൾ നാമജപത്തിൽ നമുക്ക് ശ്രുതിയും രാഗവും ഒന്നും വേണ്ട, അല്ലാതെ മനസ്സോടെ ചൊല്ലിയാൽ മതി. നമുക്ക് നാമജപത്തിൽ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ മതി അല്ലേ. അതിൽ രാഗവും താളവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈണത്തിൽ നമുക്ക് ചൊല്ലാം. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലിരുന്ന അരിമാവെടുത്ത് പുറത്ത് വെച്ചു കേട്ടോ, അതിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ഓടിപ്പോയി ഹാഷ്മിയുടെ എൻകൗണ്ടർ ഉണ്ടെങ്കിൽ ഞാനിരുന്ന് കാണും കേട്ടോ. ചിലപ്പോൾ മനസ്സിലാവത്തില്ലെങ്കിലും ഞാനിരുന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാഷ്മിയും 24 ന്യൂസൊക്കെ. പിന്നെ കുറച്ച് രാവിലത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നു. അത് രണ്ടായിട്ട് സ്ലൈസാക്കി എടുത്തിട്ട് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ മുരിച്ചെടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ. എണ്ണയൊക്കെ നല്ലതുപോലെ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതെല്ലാം എടുത്തിട്ട് കുറച്ച് മാവ് വെള്ളിയിൽ വെച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെയും കൂടെ കുറേ ദോശയൊക്കെ ചുട്ടെടുത്ത് വെച്ചു. പിന്നെ ഉച്ചത്തെ ബാക്കി വന്ന എരിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് ചമ്മന്തിയും സാമ്പാറൊന്നും അരയ്ക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. കമൻറ്റ് ഇടാൻ ഒട്ടും മറക്കരുത്. അതേപോലെ ലൈക്കും ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.